അഭിമുഖം. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് അഭിമുഖം എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം. സാറിനൊന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഡോക്ടർ അബ്ദുൽ അസീസ്, ഇവിടെ സയൻറ്റിസ്റ്റായിട്ട് ICARൻ്റെ താഴെയുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കവരത്തി ദ്വീപിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ മേജർ വർക്ക് എന്ന് പറഞ്ഞാൽ കടൽ സമ്പത്തും അതിൻ്റെ മാനേജ്മെൻറ്റുമാണ്. കടൽ മത്സ്യസമ്പത്തും അതിൻ്റെ മാനേജ്മെൻറ്റുമാണ് മേജർ എൻ്റെ സ്റ്റഡി. ഞാൻ ബേസിക്കലി ഒരു ഫിഷറി ബയോളജിസ്റ്റാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ കടൽപ്പായ കൃഷി, അലങ്കാര മത്സ്യകൃഷി, കേജ് കൾച്ചർ എന്നിവയും നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് മത്സ്യസമ്പത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും പറ്റും. സാർ, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, നമ്മുടെ ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെക്കുറിച്ച് ഒരു പൊതുവായ അവലോകനം നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാമോ? നമ്മുടെ മത്സ്യബന്ധന മേഖല വളരെ വിപുലമായൊരു മത്സ്യബന്ധന മേഖലയാണ്. നമുക്ക് മത്സ്യബന്ധന മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നട്ടൽ എന്ന് പറഞ്ഞാൽ ടൂണ ഫിഷറിയാണ്. ടൂണ ഫിഷറി അല്ലാതെ അതുകൂടാതെ നമുക്ക് റീഫ് ഫിഷറി ഉണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ സെഫലോപോഡ്, ഒക്ടോപസ് ഫിഷറി ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ വളരെ ഒരു മാതൃകാപരമായ ഒരു മത്സ്യബന്ധനം കൂടിയാണ്. അതായത് നമ്മുടെ പോള ലൈൻ ഫിഷറി, അറ്റ് എ ടൈം 1 ഫിഷ് ക്യാച്ച് എന്ന് പറയുന്ന ഒരു മാതൃക, അത് ലോകത്തിൽ തന്നെ ഒരു ഏറ്റവും നല്ലൊരു സസ്റ്റൈനബിൾ മെത്തേഡായ ഒരു ഫിഷിംഗ് മെത്തേഡ് കൂടിയാണ്. അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള മത്സ്യബന്ധന മേഖലയാണ് നമ്മുടെ ലക്ഷദ്വീപിൽ കണ്ടുവരുന്നത്. ഇവിടുത്തെ മത്സ്യബന്ധനം പ്രധാനമായ ജീവിതോപാധിയാകുന്നത് എന്തുകൊണ്ടാണ്? മത്സ്യബന്ധനം ഇവിടെ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു കടന്നുവരവാണ് മത്സ്യബന്ധനം. കാരണം നമ്മുടെ ചുറ്റുപാട് മൊത്തം കടലാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് കൂടി. നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻഡ് ഏരിയയിൽ നമ്മുടെ ദ്വീപിൽ നമുക്ക് പരിമിതമായ സ്ഥലമാണുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് അഗ്രികൾച്ചർ എന്നത് കാരണം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് വേറെ സമ്പത്തുള്ളൊരു മേഖല എന്ന് പറഞ്ഞാൽ മത്സ്യ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരമ്പര്യമായിട്ടും ഇന്നും നമ്മൾ മത്സ്യമേഖലയിൽ നിന്നാണ് നമ്മുടെ മേജർ വരുമാനം നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ലക്ഷദ്വീപിൽ പ്രധാനമായി ലഭിക്കുന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ ടൂണയാണ്. നമ്മളിവിടെ ടൂണയിൽ തന്നെ നമുക്ക് സ്കിപ്ജാക്ക് ഇനം ടൂണയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്ത കാലങ്ങളായിട്ട് നമുക്ക് യെല്ലോഫിൻ ടൂണ ഒരുപാട് വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ജാക്ക്, നമ്മുടെ റീഫ് ഫിഷസ് ആയിട്ടുള്ള നമ്മുടെ സ്നാപ്പർ, ഗ്രൂപ്പർ, അതുപോലെ പാരറ്റ് ഫിഷ്, പിന്നെ നമുക്ക് സെഫലോപോഡായിട്ടുള്ള നമ്മളെ ഒക്ടോപസ്, അതുപോലെ ക്രസ്റ്റേഷ്യൻസിൽ വരുന്ന നമ്മുടെ ലോബ്സ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മളിവിടെ നല്ല രീതിയിൽ മത്സ്യസമ്പത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. ട്യൂണ എന്ന് വിളിക്കുന്ന നമ്മുടെ ചൂര മത്സ്യബന്ധനത്തിന് ഇവിടെ എന്ത് പ്രത്യേകതയാണുള്ളത്? തീർച്ചയായിട്ടും ടൂണയ്ക്ക് നല്ലൊരു പ്രത്യേകത ഉള്ളൊരു മേഖല കൂടിയാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എന്ന് മാത്രമല്ല, ലക്ഷദ്വീപ്, മാൽദ്വീപ് ആൻഡ് ഈ ആർച്ചിപ്പലോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ നടുവിലുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും ഒരു പ്രത്യേകതയായിട്ടുള്ള സ്ഥലം. ഒരു സ്ട്രാറ്റജിക്കൽ ജോഗ്രഫിക് ഏരിയ ആണ് ഫിഷിങ്ങിന് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ മത്സ്യങ്ങൾക്കൊരു ആയക്കടലിലുള്ള മത്സ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് എന്തെങ്കിലും ഒരു ഫ്ലോട്ടിങ്ങിലോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലോട്ട് അട്രാക്ട് ചെയ്യും. അത് പല കാരണങ്ങളോടും അതിലോട്ട് വരുന്നുണ്ട്. അത് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്, അതുപോലെ മേറ്റിങ്ങിന് വരുന്നുണ്ട്, ബ്രീഡിങ്ങിനായിട്ട് പല കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് മത്സ്യം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ ഇവിടുത്തെ പരമ്പരാഗത മത്സ്യബന്ധന രീതികൾ ഏതൊക്കെയാണ്? നമ്മുടെ ഒരു 60-70 വർഷമായിട്ട് നമുക്ക് പോളൻ ലൈൻ നമ്മുടെ ഒരുപാട് പഴയ മത്സ്യബന്ധന രീതി തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് മിനിക്കോയിൽ നിന്ന് വന്നതാണെങ്കിലും മിനിക്കോയി പണ്ട് തൊട്ട് തന്നെ ഇത് നല്ലൊരു മത്സ്യബന്ധന രീതിയായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ പണ്ട് തൊട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മളെ വീശുവല എന്ന് പറഞ്ഞ കാസ്റ്റ് നെറ്റ്, നമ്മളെ ഗിൽ നെറ്റ്, പിന്നെ നമ്മളെ ഹാൻഡ് ലൈന്, ഇതൊക്കെ നമുക്ക് ഇവിടെ വളരെ വിപുലമായിട്ട് യൂസ് ചെയ്യുന്ന മത്സ്യബന്ധന രീതികളാണ്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ നമ്മുടെ പരമ്പരാഗത മത്സ്യബന്ധന രീതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. ഇനി ആധുനിക സാങ്കേതിക വിദ്യകൾ മത്സ്യബന്ധനത്തിൽ എങ്ങനെ സഹായകരമാകുന്നു? ആധുനിക ശാസ്ത്രം വികസിച്ചതോടുകൂടി തന്നെയാണ് നമുക്ക് ഒരുപാട് മത്സ്യമേഖലയിലും ഒരുപാട് മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്കിപ്പോൾ ഇൻകോയിസിലൂടെ പുറത്തു വരുന്ന നമ്മളെ PFZ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ബേസ്ഡ് നമ്മുടെ ഈ കടലിലെ ഉപരിതലത്തിലുള്ള ചൂടും അതുപോലെയുള്ള അതിൻ്റെ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ട് അതിൻ്റെ മത്സ്യങ്ങളുടെ ലഭ്യത നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ത്യയിലൊട്ടാകെ ലക്ഷദ്വീപിലും അത് നമ്മൾ ഇൻകോയിസ് വഴി വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് GPS ഒരു
നമുക്കൊരു നാവിഗേഷണൽ ടൂളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടൂളുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഫിഷർമാൻ ഒരുപാട് ഉപകാരം ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ടെക്നോളജിയുടെ സൈഡിൽ. അത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ കാലാവസ്ഥ, പെട്ടെന്നുള്ള കാലാവസ്ഥ ചേഞ്ചസും മുന്നറിയിപ്പുകളും പെട്ടെന്ന് തന്നെ നമുക്ക് മൊബൈലിൽ എത്താനും സഹായിക്കുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയിലെ ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? മത്സ്യബന്ധന മേഖലയിൽ കുറച്ച് വെല്ലുവിളികളുമുണ്ട്. മത്സ്യബന്ധനം പുരോഗമിക്കുന്നത് കൂടി പോലെ തന്നെ അതിൽ ചെറിയ ചെറിയ വെല്ലുവിളികളും ഉണ്ട്. ഒരു മേജർ വെല്ലുവിളികൾ നമ്മളിവിടുത്തെ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. കാലാവസ്ഥ വ്യതിയാനം കാരണം നമുക്ക് മത്സ്യങ്ങളുടെ അവൈലബിലിറ്റി, ലഭ്യത കുറവ് വരുന്നത്, അത് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തെ ധന്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റീസ് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കോൾഡ് സ്റ്റോറേജ്, പോസ്റ്റ് പ്രോസസ്സിങ് സൈഡിലുള്ള ലിമിറ്റേഷൻസ്, അതൊക്കെയാണ് ഇവിടുത്തെ വെല്ലുവിളികൾ. പക്ഷേ അതൊക്കെ ഒരുപാട് മാറുന്നുണ്ട്. അത് മറ്റൊരു സൈഡാണ്. ഒരുപാട് വികസനത്തിൻ്റെ ഒരു പാതയിലാണ്. ഒരുപാട് കോൾഡ് സ്റ്റോറേജുകൾ വരുന്നുണ്ട്. പണ്ട് ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജുകൾ കുറവായിരുന്നു ഇവിടെ. അതുപോലെ ഒരുപാട് പുതിയ പുതിയ ഐസ് പ്ലാന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചലഞ്ചസ് 1 by 1 ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ തലമുറ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നുണ്ടോ? ഇന്നത്തെ തലമുറ ഒരു മിശ്ര സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യുവാക്കൾ ഈ മേഖലയിലോട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ പ്രോഗ്രാം കാരണം ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിക്കാൻ മത്സ്യബന്ധനത്തിന് ഒരുപാട് സ്യൂട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ ഏരിയകളൊക്കെ ലാഭകരമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ ബോട്ടിൻ്റെ സ്ട്രക്ചറുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ബോട്ടിൻ്റെ ചേഞ്ചസ്, അതുപോലെ ഫിഷിംഗ് പിടിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് യുവാക്കൾക്ക് അട്രാക്റ്റും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില യുവാക്കൾ പഠനാവശ്യത്തിനും മറ്റ് തൊഴിൽ മേഖലയിലോട്ടും പോകുന്നത് കാരണം അവർ വേറെ മേഖല, ഫിഷിംഗ് അല്ലാത്ത വേറെ മേഖലയിലോട്ടും പോകുന്നുണ്ട്. 2 രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് നല്ല ഗവൺമെൻറ് രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ബോധവൽക്കരണം കൊടുത്തിട്ട് വീണ്ടും ഈ മേഖലയിലോട്ട് സംരംഭകരായിട്ട് കൊണ്ടുവരാനും പറ്റും. നല്ല പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരും ഇതിൽ സംരംഭമായിട്ട്, അതായത് നമ്മൾ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് സെക്ടറിലും ആ ഒരു സെക്ടറിലൊക്കെ നമുക്ക് ഒരുപാട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ജലകൃഷി അതായത് മാരികൾച്ചർ എന്ന് എന്താണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ലളിതമായി വിശദീകരിക്കാമോ? ജലകൃഷി നമ്മൾ ഇംഗ്ലീഷിൽ പൊതുവെ മറികൾച്ചർ, ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാവും. മറികൾച്ചർ അല്ലെങ്കിൽ അക്വാകൾച്ചർ. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ കടലിൽ ചെയ്യുന്ന കൃഷിയാണ് നമ്മൾ മറികൾച്ചർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഇനങ്ങൾ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. കടൽപ്പായ, അതുപോലെ അലങ്കാര മത്സ്യങ്ങൾ, പിന്നെ നമുക്ക് കേജ് കൾച്ചർ, ഫിഷ് കൾച്ചർ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ അതുപോലെ നമുക്ക് ബൈവാൾസ്, ലോബ്സ്റ്റർ, പേൾ കൾച്ചർ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ലക്ഷദ്വീപിൽ ഈ ജലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മേഖലകൾ ഏതൊക്കെയാണ്? ലക്ഷദ്വീപിൽ ജലകൃഷിക്ക് ഒരുപാഡ് മേഖലകൾ നമുക്ക് അനുയോജ്യമായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഈ സീവീഡ്, നമ്മുടെ ഇവിടെ നാട്ടുകാർ പാശി എന്ന് പറയുന്ന സീവീഡ് ഫാമിങ് നമുക്ക് നല്ലൊരു പൊട്ടൻഷ്യലുള്ളൊരു മേഖല കൂടിയാണ്. കാരണം ഇവിടുത്തെ ജിയോഗ്രാഫിക്കൽ നേച്ചർ, ലഗൂൺ വാട്ടർ, അതുപോലെ തന്നെ നമുക്ക് ഓർണമെൻ്റൽ ഫിഷ് ഒരു നമുക്കൊരു പുതിയൊരു മേഖല കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈ ഡിമാൻഡിങ് ഉള്ളൊരു മേഖല കൂടിയാണ് ഓർണമെൻ്റൽ ഫിഷ് കൾച്ചർ. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് വിപണിയിൽ എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കേജ് കൾച്ചർ വേണമെങ്കിൽ നമുക്കൊരു എക്കോ ടൂറിസം മോഡൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മളിവിടെ നിന്ന് ടൂറിസം വളരെ വികസിച്ച് വരുന്നൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമുക്കൊരു എക്കോ ടൂറിസം മോഡൽ കേജ് കൾച്ചർ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്തൊക്കെ സാധ്യതകളാണ് അലങ്കാര മത്സ്യകൃഷി ചെയ്യുന്നത് കൊണ്ടുള്ളത്? അലങ്കാര മത്സ്യകൃഷിക്ക് നമ്മളിവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ അലങ്കാര മത്സ്യകൃഷിയുടെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴി ഒരു ഹാച്ചറി, അലങ്കാര മത്സ്യകൃഷി നടത്താനുള്ളൊരു സീഡ് പ്രൊഡക്ഷനുള്ളൊരു ഹാച്ചറി നമുക്ക് ഇവിടെ കവരത്തിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ക്യാമ്പസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. അത് തന്നെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് അലങ്കാര മത്സ്യകൃഷി നമുക്ക് വീടുകളിലും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ്. നമുക്ക് കുറഞ്ഞൊരു എഫേർട്ടിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. CMFRI തന്നെ ഒരു 40ഓളം മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അലങ്കാര മത്സ്യകൃഷിക്ക് മാർക്കറ്റിൽ നിന്ന് വേൾഡ് വൈഡിൽ 125ഓളം രാജ്യങ്ങൾ തന്നെ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു $20 ബില്യൺ എന്ന ഗ്ലോബൽ മാർക്കറ്റുള്ള ഒരു മേഖല കൂടിയാണ് ഓർണമെൻ്റൽ ഫിഷറി മേഖല. സീവീഡ് കൃഷിക്ക് നമ്മുടെ ലക്ഷദ്വീപിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്?
അലങ്കാര മത്സ്യകൃഷി പോലെ തന്നെ കടൽപ്പായ കൃഷിയും ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു മറികൾച്ചർ മേഖല കൂടിയാണ് ലക്ഷദ്വീപിൽ നമ്മളിപ്പോൾ തന്നെ ഗ്രാസ്ലേരിയ എഡിലുസ് എന്ന ഇനം ലക്ഷദ്വീപിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കൃഷി പരീക്ഷണ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്മൾ കമേഴ്ഷ്യൽ സ്കെയിലിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകാർ അവരുടെ ഗ്രൂപ്പ് വൈസ് ഉള്ളൊരു കമ്മ്യൂണിറ്റി ലീഡ് ബേസ്ഡ് കൾച്ചർ മാതൃക നമ്മളിവിടെ പിന്തുടരുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഫ്യൂച്ചറിൽ ഈ കൾച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളിവിടെ ഹാച്ചറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന്. ചെത്ലത്ത് ദ്വീപിൽ ഈ സീവിഡ് ഹാച്ചറി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഒരുപാട് അധികം ഫ്യൂച്ചറിൽ കൂട്ടാൻ പറ്റുന്നതായിരിക്കും. ജലകൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെല്ലാം പിന്തുണകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനായിട്ട് ഒരുപാട് പിന്തുണകൾ നമ്മുടെ സർക്കാർ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ PMSY സ്കീമിലൂടെ നമുക്ക് ധനസഹായം ലഭിക്കുന്നുണ്ട്. നമുക്ക് കേജ് കൾച്ചറിനായാലും അലങ്കാര മത്സ്യകൃഷിക്കായാലും അതുപോലെ തന്നെ നമുക്ക് സീവിഡ് ഫാമിങ്ങിനായാലും എല്ലാറ്റിനും നമുക്ക് ധനസഹായം നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. നമ്മുടെ ലക്ഷദ്വീപ് തലത്തിലും ഇത് ലഭ്യമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് പല സ്കീമുകൾ നമുക്ക് നാഷണൽ ലെവലിലുമുണ്ട്. അതായത് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടുണ്ട്, പിന്നെ PMMKSSY ഫണ്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് NCDC വഴി നമുക്ക് ഈ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരുപാട് ഫണ്ട് നമുക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ ഫണ്ടിങ് സോഴ്സാണ്, നമുക്ക് ഉചിതമായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് അതും നല്ലൊരു മൂലധന സഹായത്തിനുള്ളൊരു ഫണ്ട് കൂടിയാണ്. സ്ത്രീകൾക്കും ഈ ഒരു മേഖലയിൽ അവസരമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സീവിഡ് ഫാമിങ്ങിൽ ഒരുപാട് സ്ത്രീകളാണ് അതിൽ മുമ്പോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ത്രീകൾക്കൊരു ആൾട്ടർനേറ്റീവ് വരുമാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാമ്പത്തിക മേന്മയും കൂടി ലഭിക്കുന്ന ഒരു മേഖലയും കൂടിയാണിത്. സ്ത്രീകൾക്ക് ഒരുപാട് അവസരം, കാരണം ഇതൊക്കെ പരിപാലിക്കാൻ നമുക്ക് ടൈം ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് എനർജി ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പരിപാലനത്തിലൂടെ നമുക്ക് ഒരുപാട് വരുമാനങ്ങൾ തരുന്ന ഒരു മേഖല കൂടിയാണ് ഈ അലങ്കാര മത്സ്യകൃഷി ആയാലും സീവിഡ് കൾച്ചർ ആയാലും. ഇത് നമ്മുടെ ലക്ഷദ്വീപിൽ മാത്രമല്ല മെയിൻലാൻഡിലും സ്ത്രീകളാണ്. ഓൾമോസ്റ്റ് ഒരു 85-90% സ്ത്രീകളാണ് ഈ മേഖലയിൽ മുമ്പിട്ട് നിൽക്കുന്നത്. ഈ മേഖല ലക്ഷദ്വീപിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എങ്ങനെ സഹായകരമാണ്? തീർച്ചയായിട്ടും ഇത് നല്ലൊരു മേഖലയാണ് ലക്ഷദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥ മുമ്പോട്ട് കൊണ്ടുവരാൻ. എസ്പെഷ്യലി ലക്ഷദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ഫിഷിംഗ് മേഖലയാണ്. അപ്പോൾ ഇതൊരു ഫിഷിങ്ങിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് കൂടിയായിരിക്കും. നമുക്ക് എല്ലാ ദിവസവും ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്നു വരില്ല. അതുപോലെ നമുക്ക് എപ്പോഴും ഈ കടൽപ്പായാലും സീവീഡ് ആയാലും അലങ്കാര മത്സ്യം ആയാലും ഇതൊക്കെ നമുക്ക് എന്നും നോക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ വർക്കും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഫിഷിങ്ങിന് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയിട്ട് തിരിച്ച് വന്നാൽ ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഓവർവ്യൂ നോക്കിയാൽ മതി. അപ്പോൾ അതുകൂടാതെ നമുക്ക് സ്ത്രീകൾക്കും ഒരുപാട് വരുമാനം ഇതിൽ നിന്ന് ലഭിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എഫേർട്ട്, കുറച്ച് സമയമാണ് അതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വർക്കിലും നമുക്ക് ശ്രദ്ധിക്കാം, ഈ വർക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. അതിലൂടെ നമുക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു സമ്പദ് വ്യവസ്ഥ തന്നെ കെട്ടിപ്പടുത്താൻ പറ്റും ഇതിന്ന്. മത്സ്യ സംസ്കരണവും കയറ്റുമതിയും എത്രത്തോളം വികസിച്ചിട്ടുണ്ട്? മത്സ്യസമ്പത്തിൻ്റെ കയറ്റുമതി എന്നൊരു വികസനത്തിൻ്റെ പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കുറേ വർഷമായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇവിടെ കളക്ഷൻ വെസൽസ് വരുന്നുണ്ട്. അത് നമ്മളൊരു 15 വർഷം മുമ്പ് നമുക്ക് കാണാത്തൊരു രീതിയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മത്സ്യസമ്പത്തിൻ്റെ വികസനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് യെല്ലോ ഫിൻ ഫിഷറി ഒരുപാട്, അതായത് നമ്മളെ കിണ്ടൽ ചൂര പിടുത്തം ഒരുപാട് കൂടിയിട്ടുണ്ട്. റീഫ് ഫിഷറി ഒരുപാട് കൂടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കളക്ഷൻ ബോർഡിലൂടെ നല്ലൊരു വരുമാനം ഫിഷർമാന് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഐസ് ഫാക്ടറികൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഇൻഡിവിജ്വൽസും കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വികസനത്തിൻ്റെ ഒരു പാതയിൽ നിന്നാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് നല്ല വികസിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയും കൂടിയാണ് ഈ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് സൈഡ്. ഈ മേഖലയിൽ എന്തൊക്കെ സർക്കാർ പദ്ധതികളാണുള്ളത്? സർക്കാർ ഈ മേഖലയിൽ നമുക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മറികൾച്ചറിന് ചെയ്യുന്ന അതേ പദ്ധതികൾ തന്നെയാണ് ഇതിലും ഉണ്ട്. PMSY പദ്ധതികൾ, അതുപോലെ തന്നെ നമുക്ക് NCDCയിൽ നിന്നുള്ള ഫണ്ടുകൾ ഡയറക്റ്റ് നമുക്ക് കോർപ്പറേറ്റ് സൊസൈറ്റി വഴി നമുക്ക് കോൾഡ് സ്റ്റോറേജ് ഡെവലപ്മെൻറ്റോ ഡീപ് സീ വെസൽ അങ്ങനെയുള്ള സ്കീമുകൾക്കും, അതുപോലെ തന്നെ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലൂടെ നമുക്ക് ഹാർബർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫണ്ടിങ് സോഴ്സുകൾ നമുക്കിന്ന് ലഭ്യതാണ്. ഭാവിയിൽ മത്സ്യബന്ധനവും ജലകൃഷിയും
എത്രത്തോളം വളരുമെന്ന് കരുതുന്നു? ജലകൃഷി ഭാവിയിൽ നല്ലൊരു ഫ്യൂച്ചറുള്ളൊരു മേഖലയാണ്. ഒരുപാട് മുമ്പോട്ട് വളരാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ്. കാരണം നമ്മളിപ്പോൾ സീവിഡ് കൾച്ചർ ചെയ്യുന്നുണ്ട് നമ്മുടെ ലക്ഷദ്വീപുകളിൽ. പക്ഷേ ഒരു പരിധിയിലാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് കിലോ, അറൗണ്ട് 1000 കിലോ നമ്മൾ ഒരു വർഷം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു അറൗണ്ട് 250 ഹെക്ടറോളം ഏരിയ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് തന്നെ നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും ഏരിയയിലോട്ട് നമ്മൾ ഇനിയും നമുക്ക് സ്പ്രെഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി നമ്മൾ ഒരു 1 ഹെക്ടർ ഏരിയയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇനിയും 200ഓളം ഹെക്ടർ ഏരിയയിലോട്ട് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. അത്രയും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നല്ലൊരു ഓപ്ഷൻസ് ഉള്ളൊരു മേഖല കൂടിയാണ്. അതുകൂടാതെ തന്നെ ഈ സീവിഡ് നല്ലൊരു ഡിമാൻഡുള്ളതാണ്. നമ്മൾ ഭക്ഷണത്തിനായാലും ഔഷധത്തിനായാലും വ്യവസായത്തിനായാലും നല്ലൊരു ഡിമാൻഡുള്ളൊരു ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് സീവിഡ്. അതുപോലെ തന്നെ നമ്മൾ അലങ്കാര മത്സ്യകൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അലങ്കാര മത്സ്യകൃഷി കുറച്ച് യുവാക്കളാണ് ഇപ്പോഴും ചെയ്യുന്നത്. അത് നമുക്ക് ഒരുപാട് മേഖലയിലോട്ട് സ്പ്രെഡ് ചെയ്യാനുണ്ട്. ഒരുപാട് മേഖല എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് സ്പീഷീസിലോട്ട് നമുക്ക് സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കൾച്ചറിലോട്ട് കുറച്ചുകൂടി വരണം. നമ്മുടെ ഈ വൈൽഡ് കളക്ഷൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ അത്ര നല്ലതല്ല. കാരണം നമ്മുടെ ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം നമുക്ക് കുറച്ചുകൂടി കൾച്ചർ ചെയ്തുകൊണ്ട് ആ മേഖലയിലോട്ട് വരികയാണെങ്കിൽ അത് ഒരു സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ കിട്ടാനുള്ള നല്ലൊരു മേഖല കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗ്ലോബൽ മാർക്കറ്റുള്ള ഒരു മേഖല കൂടിയാണ് ഓർണമെൻ്റൽ അലങ്കാര മത്സ്യകൃഷി. ഓവർ ഫിഷിംഗ് ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യണം? ഓവർ ഫിഷിംഗ് ചെയ്യാനെങ്കിൽ നമുക്ക് കുറച്ച് കരുതലാണ് കൂടുതൽ ആവശ്യമുള്ളത്. മെയിൻലി നമുക്ക് ക്ലോസ്ഡ് സീസൺ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. മൺസൂൺ ക്ലോസ്ഡ് സീസൺ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ മീനുകളെ പിടിക്കൽ ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഈ കിണ്ടലിനെ നമ്മൾ ചെറുതാകുമ്പോൾ അതിനെ നമ്മൾ കനഡി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചൂര കാരണം അത് വളരുകയാണെങ്കിൽ അത് പ്രസവിച്ചിട്ട് വീണ്ടും ഒരു തലമുറ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പൊതുവെ ഈ ഫിഷിംഗ് മേഖലയിലുള്ള സയൻറ്റിസ്റ്റുകൾ പറയാറുള്ളതെന്ന് വെച്ചാൽ ഫിഷിനെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യങ്ങളിൽ നമ്മൾ പ്രസവിക്കാൻ അനുവദിക്കണം. എങ്കിലേ നമുക്കത് ഫ്യൂച്ചറിലൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അതാണ് ഈ മേഖലയിലെ ഏറ്റവും നമുക്ക് കരുതലാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ഫിഷിങ് ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം. കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫിഷിങ്ങിലോട്ട് നമ്മൾ മാറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഫിഷിംഗ് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ തലമുറ നമ്മളെ ഫിഷ് സമ്പത്തിനെ നമുക്ക് വേണ്ടി സംരക്ഷിച്ച് വെച്ചതുപോലെ തന്നെ നാളേക്ക് വേണ്ടി നമ്മളും ഇത് സംരക്ഷിച്ച് വെക്കേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനം, അതായത് ക്ലൈമറ്റ് ചേഞ്ച്, ഈ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ മേഖലയെ ബാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിഷിൻ്റെ ലഭ്യതയ്ക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഫിഷിൻ്റെ ഈ ഒരു ചലന റൂട്ടുണ്ട്, ഫിഷ് മൈഗ്രേഷൻ ഏരിയ ഉണ്ട്. ആ മൈഗ്രേഷൻ ഏരിയ തന്നെ മാറുമ്പോൾ നമ്മൾ ഈ ഫിഷ് സഞ്ചരിക്കുന്ന പാതയാണ് നമ്മൾ ഫിഷിംഗ് ഏരിയ എന്ന് പറയുന്നത്. അത് സഞ്ചരിക്കുന്ന പാതയിലോട്ട് പോയിട്ട് നമ്മൾ ഫിഷിംഗ് ചെയ്തിട്ട് വരുന്നതാണ്. ഈ ചൂര പോലെയുള്ള മത്സ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന മീനാണ്. അപ്പോൾ ഇതിൻ്റെ സഞ്ചാരപാതകൾ തെറ്റും. ഇത് ഉപരിതലത്തിൽ ജീവിക്കുന്ന മീനാണ്. ഉപരിതലത്തിൽ ചൂട് കൂടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് താഴോട്ട് പോകും. അപ്പോൾ നമുക്കിത് കിട്ടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം കാരണം നമുക്ക് നമ്പർ ഓഫ് ഫിഷിംഗ് ഡേയ്സ് കുറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാറ്റും കടലും കാരണം നമുക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റില്ല എപ്പോഴും. അപ്പോൾ അതും ഫിഷർമാൻ്റെ ഒരു വരുമാനത്തിനും കൂടി ബാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്ക് ഈ മേഖലയിലേക്ക് വരാൻ സാറിന് നൽകാനുള്ള സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും ഈ മേഖല നല്ലൊരു പൊട്ടൻഷ്യലുള്ളൊരു മേഖലയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് വികസനത്തിന് സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഈ മേഖലയിലോട്ട് സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും കടന്നു പറ്റാൻ വരുന്നൊരു മേഖല കൂടിയാണ്. മത്സ്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാരമ്പര്യമായിട്ടുള്ളൊരു നമ്മുടെ വരുമാനം മാത്രമല്ല, ഇത് നമ്മുടെ ഒരു നട്ടെല്ല് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നും നയിക്കുന്നതൊരു മത്സ്യമേഖലയാണ്. അപ്പോൾ മത്സ്യമേഖലയിലോട്ട് കടന്നു വന്നാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല കൂടിയാണ് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് സെക്ടർ, അതുപോലെ ഡീപ് സീ വെസൽസ്. ഇതൊക്കെ നമുക്ക് പഠിപ്പും വിവരമുള്ള ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് നമുക്ക് വരാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്തിട്ട് ഒരുപാട് മുമ്പോട്ട് പോകാനും പറ്റും. ഇനി അവസാനമായി
നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ശ്രോതാക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ നമ്മുടെ മത്സ്യമാണ്. അത് നമ്മൾ തന്നെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടതും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരു സസ്റ്റൈനബിൾ ഫിഷിങ്, നമ്മൾ ഇപ്പോൾ തന്നെ നല്ലൊരു സസ്റ്റൈനബിൾ ഫിഷിങ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു സുസ്ഥിര വരുമാനം അതിൽ നിന്ന് സുസ്ഥിര ഫിഷിങ്ങിലൂടെ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം നമ്മൾ അതിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കണം. താങ്ക് യു. സാറിൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലപ്പെട്ട അറിവുകൾ പകർന്നു തന്നതിന് ഒരുപാട് നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കവരത്തിയിലെ സയന്റിസ്റ്റായ ഡോക്ടർ അബ്ദുൽ അസീസുമായി സബീന ബി നടത്തിയ അഭിമുഖം. ഏവർക്കും നന്ദി, നമസ്കാരം. അഭിമുഖം.